ഇതുപോലെ ഒരു മുട്ട റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണം. എല്ലാ കൂട്ടുകാർക്കും വിദ്യാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. മുട്ട റോസ്റ്റിന് ആവശ്യമായിട്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ സവാള ആയതുകൊണ്ട് 4 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ 3 കുഞ്ഞി തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. മുട്ട കഴുകി പുഴുങ്ങാൻ വയ്ക്കാം. മുട്ട കഴുകി നമ്മൾ അടുപ്പത്ത് വെച്ച് ഇനി മുട്ടേൻ്റെ തൊലി പൊളിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം തൊലി പൊളിഞ്ഞ് കിട്ടും. ഇനി മുട്ട പൊളിഞ്ഞെടുക്കാം. എടുത്തു തക്കാളി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കാം. സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കടുകിട്ട് കടുക് പൊട്ടി ഉള്ളി ഇട്ട് കൊടുക്കുക. സവാള അരിഞ്ഞ് ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുത്തു. കറിവേപ്പില, ഇളക്കി വഴറ്റിയെടുക്കാം. ഉള്ളിയും പച്ചമുളകെല്ലാം നന്നായി വഴണ്ടി വരട്ടെ. ഇതിനകത്തേക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, 1 നുള്ളു ഉലുവാപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയൊക്കെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ടു നന്നായി ഇളക്കി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വെള്ളം കൊണ്ട് കുറുക്കി വെക്കുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല കുറുക്കി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ മുട്ട ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട വരഞ്ഞ് വെച്ചിട്ട് മുട്ടയിലെ ഈ അരപ്പും ഇതിൻ്റെ ഇതെല്ലാം പിടിച്ച് ഒന്ന് കുറുകി ഈ ചാറൊക്കെ ഒന്ന് വെറ്റി വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം.
ചാറൊക്കെ വറ്റി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റായ ഗ്രേവിയൊക്കെ പൊതിഞ്ഞ് നല്ല സൂപ്പർ മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പത്തിനും പുട്ടിനും ചോറിനും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി മുട്ട റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.